എൻ്റെ ലൈഫിൽ ഞാൻ സൺറൈസ് കണ്ടേക്കുന്നത് വെറും രണ്ട് പ്രാവശ്യം. അത് രണ്ടും കന്യാകുമാരി പോയപ്പോഴായിരുന്നു കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ എനിക്ക് സൺറൈസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങൾ ചെന്നേ. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമായതുകൊണ്ട് സണ്ണ് വന്നില്ല, ഒളിച്ചിരിക്കുമായിരുന്നു മേഘത്തിൻ്റെ ഇടയിൽ. പിന്നെ അധികം നേരം അങ്ങോട്ട് ബീച്ചിൽ നിൽക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. പ്രതീക്ഷിക്കേണ്ട കാലിൽ ഈ തിരമാല തന്നെ വന്നടിച്ചത്. അല്ലെങ്കിൽ കാലൊക്കെ നനയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കാല് നനയ്ക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മൂഡ് പോയി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചേ. ഞങ്ങൾ മുന്നേ പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടി പോയിട്ട് ഒരു സ്പോട്ട് ഇഷ്ടമായിരുന്നു. അവിടെ പോയി എന്തായാലും പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴത്തേനും ലേറ്റ് ആകും, 10 മണിയൊക്കെ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പൊറോട്ടയും ബീഫും കഴിച്ചായിരുന്നു. നല്ലതായിരുന്നു, നല്ല ആവി പിറക്കുന്ന ചൂടുള്ള ബീഫും പൊറോട്ടയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അവിടുത്തെ പഴംപൊരിയും ബീഫും കഴിക്കാത്തതിൻ്റെ വിഷമം ഇപ്പോഴും ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടാണ് അവിടെ രാവിലെ പോയത്, പക്ഷേ കിട്ടിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആലപ്പുഴ പോകുമ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പോകും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ വലിയ വെയിലും ചൂടും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റിൽ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം വന്നേ. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ പായൽ മാറ്റുന്ന എന്തെങ്കിലും സാധനമാണോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആർക്കെങ്കിലും ഇത് എന്താണെന്ന് അറിയെങ്കിൽ കൊമൻറ്റ് ചെയ്യട്ടോ. മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് കായൽ നല്ല വെള്ളമാണ്, അതുകൊണ്ട് അവർക്ക് പാലത്തിൻ്റെ അടിയിലൂടെ പോകാൻ പറ്റാഞ്ഞിട്ട് അത് തിരിച്ചു പോയെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങളൊരു സിൽവർ റിങ് മേടിക്കാനായിട്ട് കുറേ ജുവലറികൾ കയറി ഇറങ്ങി കേട്ടോ. അവിടെ എങ്ങും സിൽവർ കളക്ഷൻ ഇല്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ആലപ്പുഴക്കാർ സിൽവർ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ. അവസാനം ഗതി കെട്ടിട്ട് ഞങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചു സിൽവർ കളക്ഷൻ എവിടെ കിട്ടും. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു ഭീമയിൽ കിട്ടുമെന്ന് കേട്ടോ. ഭീമ സിൽവർ പാലസിൽ കിട്ടുമെന്ന് കാണിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ഒരു റിങ്ങൊക്കെ സെലക്ട് ചെയ്തു. ഇതാണ് എനിക്കിഷ്ടമായത് കണ്ടോ. എനിക്ക് ആ ബ്ലാക്ക് ലൈനൊക്കെ വരുന്നത് ഭയങ്കര രസം. അതാകുമ്പോഴത്തേനും ആ ഒരു വെള്ളി ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഭീം ആൻഡ് ബ്രദേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഗൂഗിൾ അമ്മച്ചി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ പിടിച്ച് ആലപ്പുഴയുടെ ഭംഗി ഒന്നുകൂടെ നല്ലോണം ഒന്ന് ആസ്വദിച്ച് ആ പുന്നമടക്കായൽ ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്ന ഭംഗിയുണ്ടോ, അതൊക്കെ ഒന്നുകൂടെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? റെയിൽവേ സ്റ്റേഷനിലോട്ട് ആലപ്പുഴയിൽ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇതോടെ ആലപ്പുഴ പര്യടനം അവസാനിച്ചു. തിരിച്ച് ഞാൻ വന്ദേ ഭാരതിലാണ് കേട്ടോ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്.